കേരളത്തെ നടുക്കിയ പാറശാല ഷാരോൺ വധക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻ കോടതി ജഡ്ജി എം ബഷീറാണ് കേസിൽ വിധി പറയുന്നത്. കാമുകിയായ ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലർത്തി ഷാരോണിനെ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവും അമ്മാവൻ നിർമ്മലകുമാറും ഗൂഢാലോചന കേസിൽ പ്രതികളാണ്. വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, എപ്പോഴാണ് ഈ ഒരു ശിക്ഷാവിധി ഉണ്ടാകുക? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിന് ഇന്ന് രാവിലെ 11 മണിയോടെയായിരിക്കും ഈ കേസ് കോടതി പരിഗണിക്കുന്നത്. 2022 ഒക്ടോബർ 14 കേസിനാസ്പദമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഷാരോണും ഗ്രീഷ്മയും വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു. അതിനുശേഷം സ്വന്തമായി ഒരു നല്ലൊരു വിവാഹാലോചന വരുന്ന സാഹചര്യത്തിൽ ഈ ഗ്രീഷ്മ ഷാരോണിനെ ഒഴിവാക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു. ഒപ്പം അമ്മയും അമ്മാവനും സഹായത്തിനായി എത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് കഷായത്തിൽ വിഷം കലർത്തി ഷാരോണ് നൽകിയത്. വീട്ടിൽ വിളിച്ചു വരുത്തി ഷാരോണിന് നൽകുകയായിരുന്നു. അത് കുടിച്ചതിന് ശേഷം ഷാരോൺ വീട്ടിലെത്തിയപ്പോൾ പിന്നീട് ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിലാവുകയായിരുന്നു. പിന്നീട് 11 ദിവസമാണ് ഷാരോൺ ആശുപത്രിയിൽ തുടർന്നത്. എന്നാൽ ഈ മരണത്തിന് മുൻപായി തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഗ്രീഷ്മ നൽകിയ കഷായം കുടിച്ചതായി ഷാരോൺ മൊഴി നൽകിയിരുന്നു. എന്നാൽ ആ സമയത്തും ഗ്രീഷ്മയെക്കുറിച്ച് പരാതികളോ അല്ലെങ്കിൽ ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടാകുമോ എന്നോ ഷാരോൺ വിചാരിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അത് മൊഴി നൽകിയിരുന്നില്ല. എന്നാൽ അടുത്ത കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും വേണ്ടപ്പെട്ട സുഹൃത്തുക്കളോടും ഇക്കാര്യം പറഞ്ഞിരുന്നതായാണ്, അതായത് ഗ്രീഷ്മ ചതിച്ചു എന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെന്നാണ് ഇവർ മൊഴി നൽകിയിട്ടുള്ളത്. അതിനെ അടിസ്ഥാനപ്പെടുത്തി പോലീസ് കൃത്യമായ ഒരു പ്രത്യേക അന്വേഷണം നടത്തിയപ്പോൾ ഗ്രീഷ്മയെ അറസ്റ്റ് ചെയ്തിരുന്നു. ഗ്രീഷ്മ സാഹചര്യ തെളിവുകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ രാസപരിശോധനയിലുണ്ടായ തെളിവുകളും ഗ്രീഷ്മയ്ക്കെതിരായി. ഇക്കാര്യങ്ങൾക്കെല്ലാം പുറമെ ഗ്രീഷ്മ കുറ്റം സമ്മതിക്കുന്ന സാഹചര്യമുണ്ടായി. ചോദ്യം ചെയ്യലിൽ ഗ്രീഷ്മ കുറ്റം ചെയ്തു എന്ന് വ്യക്തമായിരുന്നു. അതിന് പിന്നാലെയാണ് ഗ്രീഷ്മയുടെ അമ്മയും അമ്മാവനെയും ഗൂഢാലോചന കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഗ്രീഷ്മ കുറച്ചു നാളായി ജയിലിലായിരുന്നു. അതിന് പിന്നാലെയാണ് വളരെ കുറച്ചു നാളുകൾക്ക് മുമ്പാണ് ഗ്രീഷ്മ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയത്. ഏതായാലും കേസ് മുന്നോട്ട് പോവുകയായിരുന്നു. ഈ 2023 ജനുവരിയിലാണ് കേസിന് കുറ്റപത്രം പൂർണ്ണമായി സമർപ്പിച്ചത്. അവസാന കുറ്റപത്രം കഴിഞ്ഞ വർഷം, അതായത് ഒക്ടോബർ 15 തുടങ്ങിയ വിചാരണ ഈ മാസം 3 അവസാനിച്ചത്. ഏതായാലും 95 സാക്ഷികളെ വിസ്തരിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ന് നിർണായകമായ വിധി വരുമെന്നുള്ള കണക്കാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും നെയ്യാറ്റിൻകര കോടതിയാണ് കേസ് എടുക്കുന്നത്. രാവിലെ 11 മണിയോടെ കേസ് എടുത്ത് നടപടിയിലേക്ക് കടക്കും. ഇന്ന് തന്നെ നിർണായക വിധി വരുമെന്നുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. അതിര വിഷ്ണു, അതുപോലെ തന്നെ പ്രതിക്ക് കഠിനമായ ശിക്ഷ ഉറപ്പുവരുത്തണമെന്നാണ് ഷാരോണിന്റെ മാതാപിതാക്കൾ അടക്കം പറയുന്നത്. നിർണായകമായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളാണ് ഈ ഒരു കേസിൽ നിർണായകമായതല്ലേ? തീർച്ചയായിട്ടും ശാസ്ത്രീയമായ തെളിവുകൾ, അതായത് ഈ ശരീരത്തിലെ രാസപരിശോധനയിൽ വിഷമൊള്ളിച്ചെന്നാണ് മരിച്ചത് എന്നറിയാൻ സാധിച്ചു. ഗ്രീഷ്മയുടെ അമ്മാവന്റെ സഹായം ഇതിലുണ്ടെന്ന് ഗൂഢാലോചന നടന്നതായി പോലീസ് ചോദ്യം ചെയ്യലിലൂടെ കണ്ടെത്തി. രാസപരിശോധനയിലെ തെളിവുകളും അതോടൊപ്പം ഗ്രീഷ്മയുടെ മൊഴിയും ഇതിനെല്ലാം ഉപരി കുടുംബത്തിന്റെ പരാതികൾ, ഇങ്ങനെ സാക്ഷികളുടെ മൊഴികൾ അടക്കം നിരവധി കാരണങ്ങളാണ് ഈ കൊലപാതകം നടന്നു എന്നുള്ളതിനുള്ള തെളിവായി ലഭിച്ചത്. അതോടൊപ്പം തന്നെ ഈ ഗ്രീഷ്മയുടെ വീടിന് ചുറ്റുമുള്ള പരിശോധനയിലും പോലീസിന് നിർണായക തെളിവുകൾ ലഭിച്ചിരുന്നു. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്ത് ഗ്രീഷ്മയ്ക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. പഴുതുകൾ അടച്ചുള്ള കുറ്റപത്രം എന്ന് തന്നെയാണ് കണക്കാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അതിൽ കോടതിയിൽ വിചാരണ നടന്നു. ഈ ഒക്ടോബർ മുതൽ നടന്ന വിചാരണ ഈ മാസം 3 ജനുവരിയാണ് അവസാനിച്ചത്. ഏതായാലും ഇന്ന് നിർണായകമായ വിധിയാണ്. കഠിന ശിക്ഷ തന്നെ നൽകണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഏതായാലും കോടതിയുടെ പരിഗണനയിൽ ഈ കേസ് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ വിധി എന്നുള്ളത് ഇന്ന് തന്നെ അറിയാൻ സാധിക്കും. അതിര ശരി, വിഷ്ണു കരുണാകരനാണ് സമഗ്രമായിട്ടുള്ള വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.